ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അകത്ത് നമ്മൾ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സീലിങ്ങിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അതിൻ്റെ പോയിൻ്റ് കണക്ഷൻസ് കാര്യങ്ങൾ കൊടുക്കുന്നത് ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളിത് കാണുന്ന പോലെ തന്നെ നമ്മൾ ആദ്യമേ തന്നെ ഒരു ഡയഗ്രം ഉണ്ടാവും. സീലിംഗ് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് വീട് സീലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോയെന്നാണ് ഏറ്റവും ആദ്യം ഉദ്ദേശിക്കേണ്ടത് നമ്മൾ വീട് പണിയുന്ന സമയത്ത്. അപ്പോൾ വയറിങ്ങിൻ്റെ സമയത്ത് സീലിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പൈപ്പ് മുകളിലേക്ക് പൊക്കിയിടുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം, ഏകദേശം ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞിട്ട് 4 ഇഞ്ചിന് താഴെയാണ് സീലിംഗ് വെച്ച് ക്ലിയർ ചെയ്യാതെ അത്രയും ലെവലിലേ വരാറുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു പൈപ്പ് മുകളിലെ മെയിൻ സ്ലാബിനോട് അടുപ്പിച്ച് ഒരു പൈപ്പ് പൊക്കി നിർത്തി ബെൻഡിട്ട് നിർത്താനാണ് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ അതിലൂടെ നമുക്ക് സീലിങ്ങിൻ്റെ വയറുകൾ കാര്യങ്ങളെല്ലാം തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വലിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. പിന്നീട് ഒരു മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഓൾറെഡി ശരിക്കും നമ്മൾ ചെയ്തിരിക്കുന്നത് നേരത്തെ വരുന്ന ബോക്സ് കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു കാര്യം ബോക്സിൻ്റെ എണ്ണം, അതായത് സീലിങ്ങിൽ കൊടുക്കുന്ന സ്വിച്ചുകളുടെ എണ്ണം കൂടി എക്സ്ട്രാ നമ്മൾ കണ്ടെത്തണം. അതായത് ഏറ്റവും കുറഞ്ഞത് നമ്മൾ സീലിംഗ് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ കൂടിയും ഒരു 2 സ്വിച്ചോ അല്ലെങ്കിൽ 3 സ്വിച്ചോ ഓരോ ബോക്സിലും ഒരു ഏരിയയിൽ ഒരു 2 സ്വിച്ചെങ്കിലും എക്സ്ട്രാ നമ്മൾ കണ്ടെത്തണം. പിന്നീട് നമ്മൾ സീലിംഗ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്ത് നമുക്ക് സ്വിച്ചുകൾ കാര്യങ്ങൾ ഓക്കെ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ ലൈറ്റുകൾ ഇടുന്ന സമയത്ത് വരുന്ന സ്വിച്ചുകൾ എണ്ണം കുറവായിരിക്കും, ടൈറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 2 സ്വിച്ചൊക്കെ എക്സ്ട്രാ ഇട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ഒരു സേഫ്റ്റി എന്ന രീതിയിലും കൂടിയിട്ട് വേണം നമ്മൾ സീലിംഗ് ചെയ്യാൻ. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ഉണ്ടോ, ആ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് നേരത്തെ തന്നെ ഒരു പൈപ്പ് മുകളിലേക്ക് പൊക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സീലിങ്ങിൻ്റെ അകത്തേക്ക് വന്നു. അവിടെ നിന്ന് കംപ്ലീറ്റ് പൈപ്പുകളാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി ആയിട്ട് ചെയ്യണം. കാരണം ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന ചാനലിൽ പോയിട്ട് ഏതെങ്കിലും വയർ കാര്യങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്യുകയോ, ഇനി അതല്ലെങ്കിൽ സീലിങ്ങിൻ്റെ ആ ജിപ്സം ബോർഡ് അടിക്കുന്ന സമയത്ത് അതിൻ്റെ സ്ക്രൂ ഈ വയറിൽ കയറിയാൽ പോലും ELCB ട്രിപ്പ് ആവാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ വെറുതെ വയർ മാത്രം ഇടരുത്, ഫ്ലെക്സിബിൾ മാത്രം ഇടരുത്. ഏറ്റവും നല്ലത് പൈപ്പുകൾ തന്നെ, അതായത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പൈപ്പുകൾ തന്നെ മുകളിലൂടെ ജംഗ്ഷൻ ഇട്ട് ചെയ്തു പോവുക. എവിടേക്കാണോ പോയിന്റുകൾ ആവശ്യമുള്ള അവിടേക്കെല്ലാം തന്നെ നമ്മൾ ഈ ഫ്ലെക്സിബിൾ ഇട്ട് താഴേക്ക് ഇറക്കി നിർത്തുക. വെറുതെ വയർ മാത്രം ഇടരുത്. വയർ ഇട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഇത് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ജിപ്സം ബോർഡ് അടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വയർ ജിപ്സം ബോർഡിൽ അടിക്കുന്ന സ്ക്രൂവിൻ്റെ ഉള്ളിൽ കയറിയിരുന്നാൽ മതി. നമ്മൾ പെട്ടെന്ന് അറിയില്ല, ലൈറ്റുകളെല്ലാം പിടിപ്പിക്കുന്ന സമയത്തായിരിക്കും ട്രിപ്പ് ആവാൻ തുടങ്ങും. പിന്നെ അത് കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഹൈ റിസ്ക് ആയിരിക്കും. കാരണം അതിൻ്റെ മുകളിൽ കിടക്കുന്നത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുക ചാൻസ് കുറവാണ്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സീലിംഗ് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി, സീലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോയിന്റുകൾ ആദ്യമേ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും, ലൈറ്റുകളുടെ എണ്ണം തീരുമാനിച്ചിട്ടുണ്ടാവും. പിന്നെ ചെറിയ സാമ്പത്തിക മാന്ദ്യമോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ഈ ലൈറ്റുകൾ മൊത്തം നമ്മൾ ഇടുന്ന ഡിസൈൻ ചിലപ്പോൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ വലിച്ചിരിക്കുന്ന വയറുകൾ അതിൻ്റെ മുകളിൽ ചിലപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കിടക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വയറിൻ്റെ എൻഡ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ വന്ന് കിടക്കണം, ചിലപ്പോൾ നമ്മളത് ഉപയോഗിക്കേണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ സീലിങ്ങിൻ്റെ വയർ വലിക്കുന്ന സമയത്ത് നമ്മളതെല്ലാം കറക്റ്റായിട്ട് ടേപ്പ് ചെയ്തിടണം. അതല്ലെങ്കിൽ നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ സ്വിച്ചിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ വയറും മുകളിൽ ഈ ചാനലിൽ കിടന്ന് ടച്ച് ചെയ്ത് കിടന്ന് ട്രിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതും കണ്ടുപിടിക്കാന്ന് പറയുന്നത് ഹൈ റിസ്ക് ആയിരിക്കും. ചിലപ്പോൾ ന്യൂട്രാണ് ഈ പറയുന്ന ലെവലിൽ ടച്ച് ചെയ്ത് കിടക്കുന്നതെങ്കിൽ ഹൈ റിസ്ക് ആയിരിക്കും സംഭവിക്കുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്വിച്ചിലാണ് നമ്മൾ ലീഡാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ലീഡ് മാറ്റി ക്ലിയർ ചെയ്തിടാൻ പറ്റും. പക്ഷേ ന്യൂട്രാവുന്ന സമയത്ത് ചിലപ്പോൾ ഒറ്റ ന്യൂട്രായിരിക്കും മുകളിലേക്ക് വലിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ന്യൂട്രൽ മൊത്തം മാറ്റുക എന്ന് പറയുന്നത് റിസ്ക് ആയിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ലൈറ്റിൻ്റെ, അതായത് വയറിൻ്റെ എൻഡ് വരുന്നുണ്ടോ അവിടെ എല്ലാം കറക്റ്റായിട്ട് ടേപ്പ് അടിച്ചിട്ട് ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്റ്റി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ എങ്ങനെയാണ് സീലിങ്ങിൻ്റെ ഏകദേശം എങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.